മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. കേരളത്തിലെ സകല മോദി വിരുദ്ധരും കൂടി BJPക്കെതിരെ നടത്തിയ മറ്റൊരു പച്ചക്കള്ളം കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് തെളിവ് സഹിതം അങ്ങ് പൊളിച്ചെറിയുന്നത്. നമുക്ക് ഏതായാലും റിപ്പോർട്ടർ ചാനല്, മാതൃഭൂമി ചാനല്, ഇവരൊക്കെ തന്നെ എന്തായിരുന്നു വാർത്ത കൊടുത്തത് എന്നൊന്ന് ഞാൻ ആദ്യം വായിച്ചു കേൾപ്പിക്കാം. റിപ്പോർട്ടർ ചാനലിലെ വാർത്തയാണ്: പെൺകുട്ടികൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം, അവർ വീട്ടിലിരിക്കേണ്ടവർ. വിവാദ പരാമർശവുമായി ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി. ഇനി അടുത്തത് മാതൃഭൂമിയിലെ വാർത്തയാണ്: പെൺകുട്ടികൾക്ക് എന്തിനാണ് വിദ്യാഭ്യാസം, അവർ വീട്ടിലിരിക്കേണ്ടവരല്ലേ. വിവാദ പരാമർശവുമായി ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി മിഥിലേഷ് തിവാരി. ഇതാണ് നമ്മുടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരും ഒരേപോലെ കഴിഞ്ഞ ദിവസം മുതൽ നമ്മുടെ കേരളത്തിൽ വളരെ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നത്. എന്നിട്ട് BJP സ്ത്രീകൾക്കെതിരെയാണ്, പെൺകുട്ടികൾക്കെതിരെയാണ്, വിദ്യാഭ്യാസത്തിനെതിരെയാണ് എന്നൊക്കെയാണ് ഈ മരമൊണ്ണകള് നിരന്തരം വിളിച്ചു പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതൊക്കെ വാർത്തയാക്കുന്ന ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടോ? അതാണ് എൻ്റെ ലളിതമായിട്ടുള്ള ചോദ്യം. കാരണം മറ്റൊന്നല്ല, എന്താണ് ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്? ആ മാധ്യമങ്ങളോട് പറയുന്നതിൽ എഡ്യൂക്കേഷൻ എന്ന വാക്ക് പോലും പരാമർശിച്ചിട്ടില്ല, മറിച്ച് അജിറ്റേഷൻ എന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നതാണ്: जरूरत क्या है एजुकेशन की, जरूरत क्या है एजुकेशन की, जरूरत क्या है एजुकेशन की, जरूरत क्या है एजुकेशन की. നിങ്ങൾ കേട്ടില്ലേ? വളരെ വ്യക്തമായിട്ട് അജിറ്റേഷൻ, അതായത് പ്രക്ഷോഭം, എഡ്യൂക്കേഷൻ എന്നല്ല വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത്. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിലാണ്: രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി സ്ത്രീ ശാക്തീകരണത്തിനായി നിലകൊള്ളുമ്പോൾ പെൺമക്കൾ, പെൺകുട്ടികൾ എന്തിനാണ് തെരുവിലിറങ്ങുന്നത്? അവർ വീട്ടിലിരിക്കട്ടെ, അതല്ലേ ഭംഗി. സ്ത്രീകൾക്ക് വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ അവർ പ്രക്ഷോഭത്തിനല്ല ഇറങ്ങേണ്ടത് എന്ന് പറയുന്നതിനെയാണ് ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ കേരളത്തിലെ സകല മോദി വിരുദ്ധരും കൂടി വിളിച്ചു പറയുന്നത്. വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം എന്ന വാക്ക് പോലും, എഡ്യൂക്കേഷൻ എന്ന വാക്ക് പോലും അവിടെ പരാമർശിക്കുന്നില്ല. അവിടെ അജിറ്റേഷൻ എന്ന പ്രക്ഷോഭത്തിന് പെൺകുട്ടികൾ ഇറങ്ങേണ്ട, അതാണ് വ്യക്തമായിട്ട് ബീഹാർ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഇതാണ് വളച്ചൊടിച്ചുളുപ്പില്ലാതെ സകല മോദി വിരുദ്ധരും കൂടി എത്ര ഉളുപ്പില്ലായ്മയാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ പോലും വിളിച്ചു പറയുന്നത്. എത്ര തരം താഴ്ന്ന, എന്തിനാണ് ഇതുപോലെ ഉളുപ്പില്ലാത്തത്? ഇത് കാലം മാറിയില്ലേ? ഇത് 2026 പണ്ടൊക്കെ വിളിച്ചു പറയും പോലെ ഏതെങ്കിലും ഒരു പ്രമുഖ മാധ്യമം മാത്രമാണോ കേരളത്തിലുള്ളത്? ഇതൊക്കെ ഇതുപോലെ കള്ളം പറഞ്ഞാൽ തെളിവ് സഹിതം പൊളിച്ചങ്ങ് എറിയില്ലേ? ഇതൊക്കെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന മരമൊണ്ണകളോടൊക്കെ ഒരു കാര്യം അങ്ങ് പറഞ്ഞുതരാം. ഈ ഹോട്ട് ഡോഗ് ഉണ്ടല്ലോ, ഈ ഹോട്ട് ഡോഗിന് ചൂടുള്ള നായ എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കൊടുത്ത മാധ്യമ സിംഗങ്ങളെ കേരളത്തിലെ, അവരൊരു വാർത്ത കൊടുക്കുമ്പോൾ, പ്രത്യേകിച്ച് ഹിന്ദി വാർത്തയൊക്കെ ഇങ്ങോട്ടേക്ക് കൊടുക്കുമ്പോൾ ഒന്ന് പരിശോധിക്കുന്നത് സകല മോദി വിരുദ്ധർക്കും വളരെ വലിയ നല്ലതായിരിക്കും. കാരണം എന്നാൽ ഇത്രത്തോളം പരിഹാസ്യരാവേണ്ട. ഇപ്പൊ എന്ത് പറയുന്നു? BJPക്കെതിരെ തുനിഞ്ഞിറങ്ങിയ സകലരും. ഇതിനൊക്കെ കമന്റ് ബോക്സിൽ 1-2 കമന്റ് കൂടി ഞാനത് വായിച്ച് കേൾപ്പിക്കും. ഇവന്മാരൊക്കെ കരുതുന്നത് എന്താ? ഇവർ വലിയ, ഞാനൊന്ന് വായിച്ച് ഏൽപ്പിക്കുക. ആദ്യത്തെ കമന്റാണ്. ഒരു റിയാസി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒറ്റ പരാമർശം കൊണ്ട് ജനങ്ങൾക്ക് മനസ്സിലാക്കാം വിവരവും വിദ്യാഭ്യാസമുള്ള ഒരുത്തരും BJP പാർട്ടിയിൽ ഇല്ല എന്ന്. ആരെങ്കിലും വിദ്യാഭ്യാസം നേടിയാൽ ഇന്ത്യയിൽ BJP എന്ന പാർട്ടി ഉണ്ടാവില്ല എന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടും മാത്രമാണ് ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങളും വർഗീയ പരാമർശങ്ങളും ഇവർ ഉന്നയിക്കുന്നത്. വിദ്യാഭ്യാസമുള്ള ആരും BJPയിൽ ഇല്ല എന്ന് പറയുന്ന ഈ റിയാസിന്റെ മാതൃഭാഷയായിട്ടുള്ള മലയാളം ഒന്ന് നോക്കണം. ഒന്നും മലയാളം പോലും എഴുതാൻ അറിയാത്ത ആളാ. മറ്റുള്ളിടത്തൊന്നും വിദ്യാഭ്യാസമില്ല, എന്നിട്ട് BJP വളരുന്നു എന്ന് പറയുന്നത്. സ്വന്തമായിട്ട് ഒരു വിദ്യാഭ്യാസവും ഇല്ല, സ്വന്തം ഭാഷ പോലെ എഴുതാൻ അറിയില്ല, എന്നിട്ട് അവിടെ ഇത്തരം കുറെ മൊണ്ണകളുണ്ട്. ഇവർ കരുതുന്നു ഇവരാണ് സകല വിദ്യാഭ്യാസം. ഈ വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ടാണോ കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസ്, ഈ പറയുന്ന റിയാസി എന്ന് പറയുന്ന ഈ പ്രൊഫൈൽ ഞാനൊന്ന് കയറി വെക്കി, കമ്മിയാണ്.
നല്ല വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടല്ലേ ഈ കാലത്ത് കമ്മ്യൂണായിട്ട് ജീവിക്കാൻ സാധിക്കൂ. ലോകത്ത് സകല സ്ഥലത്തും കമ്മ്യൂണിസ്റ്റ് ഇല്ലാതായിരിക്കും. രാജ്യത്താകെ ഉള്ളത് കേരളത്തിന്. അതും എടുത്ത് ജനം എടുത്ത് ആറ്റിലേക്ക് എറിഞ്ഞു. വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ എവിടെ ഉണ്ടാവുമെന്നൊന്ന് ചിന്തിച്ചാൽ പോരെ. ഇനി കോൺഗ്രസിന്റെ എടുത്താൽ, കോൺഗ്രസ് ഈ രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനതയാണ് BJP തിരഞ്ഞെടുത്തത്. ഈ രാജ്യം ഈ കാലഘട്ടത്തിൽ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിലല്ലേ സമാനതകളില്ലാത്ത രീതിയിൽ പുരോഗതിയിലേക്ക് പോകുന്നത്. സമാനതകളില്ലാത്ത നമ്മുടെ രാജ്യം വലിയ രീതിയിൽ പുരോഗതിയിലേക്ക് പോകുന്നത് നരേന്ദ്രമോദിയുടെ കാലത്താ. BJP ഭരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കാലത്ത് കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ സ്വർണം പണയം വെക്കേണ്ടിയിരുന്നു നമ്മുടെ രാജ്യം ഒന്ന് മുന്നോട്ട് പോകാൻ. ഇന്ന് അതാണോ സ്ഥിതി? ഇന്ന് വലിയ മാറ്റമില്ലേ? അന്നൊരു യുദ്ധം നടക്കുമ്പോൾ ഒരാഴ്ചത്തേക്കുള്ള വിദേശ നാണ്യമേ ഉള്ളൂ എന്നാ പറയാ. ഇന്നെന്താ എത്രത്തോളം വലിയ രീതിയിൽ രാജ്യം വളർന്നു? ഒരു കൊല്ലത്തോളം അതിലും അപ്പുറത്തേക്കുള്ള വിദേശ നാണ്യം പോലും നമ്മുടെ രാജ്യത്ത് ഭദ്രമാണ്. ഇത്തരത്തിൽ രാജ്യം പുരോഗതിയിലേക്ക് എത്തി. അപ്പോ ഇവിടെ കുറെ മൊണ്ണകൾ വിളിച്ചു പറയൂ, ഓ വിദ്യാഭ്യാസം ഇല്ലാത്തവർ, ഇവർക്ക് വലിയ വിദ്യാഭ്യാസം. എന്നിട്ടാണല്ലോ ഇപ്പോ ഒന്നിനും എവിടെയും എടുക്കാനില്ലാത്ത അവസ്ഥയിലേക്ക് രാജ്യത്ത് ചുരുങ്ങിയവന്മാരൊക്കെ അങ്ങ് കുറഞ്ഞു പോയത്. ഏതായാലും അടുത്തൊരു കമന്റാണ്, ഉദാഹരണം മാത്രം എടുക്കുന്നതെന്നേ ഉള്ളൂ. ഒരു ലത്തീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾ പശുക്കളാണോ? അതായത് ഇത്തരം കുറച്ച് ആളുകളുണ്ട്. BJP ലീഡർ ഇനി എന്തെങ്കിലും പറഞ്ഞു എന്ന് തന്നെ കരുതിയാൽ ആ BJPക്കെതിരെയല്ലേ കാര്യങ്ങൾ പറയേണ്ടത്. അല്ലാതെ ഒരു മതം ഇവിടെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിനെ എന്തിനാണ് ചൊറിയാൻ നിൽക്കുന്നത്? അപ്പൊ അവർക്ക് ഹിന്ദു വിരുദ്ധത തന്നെയല്ലേ പച്ചക്ക് വിളിച്ചു പറയുന്നത്? ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയെന്ന് പച്ചക്കള്ളം മാധ്യമം പറയുമ്പോ ആ പച്ചക്കള്ളം ശരിയാണോ എന്ന് പോലും നോക്കാതെ BJPക്കെതിരെ പറയുന്നതിന് പകരമായിട്ട് ഒരു ആരാധനയുമായി ബന്ധപ്പെട്ട് എതിർപ്പുണ്ടെങ്കിൽ അവരൊക്കെ എത്തരത്തിലുള്ള പച്ചവർഗീയവാദികളാ? ഇതൊക്കെ മലയാളികൾ ചർച്ച ചെയ്യേണ്ടതാ. BJPയുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നം വരുമ്പോഴേക്ക് ചാടി വീഴുന്നത് ആരുടെ മേലേക്കാണ്? ഇതൊക്കെ മലയാളികൾ ചിന്തിക്കേണ്ടതാണ്. BJP വിരുദ്ധത മാത്രമാണോ BJPക്കെതിരെ ഇത്തരം ആളുകൾ രംഗത്തിറങ്ങുന്നത് എന്നുള്ളത് സകലരും ചിന്തിക്കേണ്ടത് തന്നെയാണ്. മറ്റൊരു കമന്റ് കൂടിയാണ്, ഒരാൾക്ക് ശരിയായ വിദ്യാഭ്യാസം വേണ്ടെന്നും അതിലൂടെ എല്ലാ കാലവും ഭരണത്തിൽ തുടരാമെന്നും വിചാരിച്ച് നടക്കുന്ന അവരുടെ അടുത്ത് നിന്ന് മറിച്ചൊരു അഭിപ്രായം വരുമോ? ഇത്തരം ഒരുപാട് മരമൊണ്ണകളുണ്ട്. ഇവിടെ ഒരു കാലത്തും ഇനി കോൺഗ്രസ് ഒന്നും അധികാരത്തിലേക്ക് എത്തില്ല എന്നും ഇവിടെയുള്ള പ്രതിപക്ഷമൊക്കെ എത്രത്തോളം പരാജയമാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടോ BJPയിലുള്ള ആളുകൾക്ക് എന്തോ വിദ്യാഭ്യാസം ഇല്ല എന്ന ഇത്തരം ആളുകൾ ഇത്തരം സുഡാപ്പികളുടെ ഒരു അവസ്ഥ. ഇത്തരം പറയുന്ന ആളുകൾക്ക് സ്വന്തം മാതൃഭാഷയായിട്ടുള്ള മലയാളം പോലും എഴുതാനും അറിയില്ല. പക്ഷേ ഇവർ ചാടി വീട് ഒന്നും വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് സംഘികൾ. ഈ പറയുന്ന BJP എന്നൊക്കെ ഇവർക്ക് വലിയ ബുദ്ധിയാണെന്ന ഇവർ ഈ കരുതുന്നത്. ഈ രാജ്യം ഒന്ന് പുരോഗതിയിലേക്ക് പോയത് ഈ BJP ഭരിക്കുന്ന കാലത്താണ് എന്നുള്ളത് ലോകം അംഗീകരിച്ച് കൈയടിച്ചത്. ലോകം അംഗീകരിച്ച് ഇവരൊക്കെ വിദ്യാഭ്യാസമുണ്ട് എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇവർക്ക് കുറച്ച് പ്രത്യേകതരം ആളുകളാണല്ലോ ഈ സുഡാപ്പികളുടെ വിദ്യാഭ്യാസമുള്ള ആളുകൾ. ആ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പോലും നരേന്ദ്രമോദിയെ ഒന്ന് കാണുവാൻ ക്യൂ നിൽക്കുന്ന കാലമാ ഇന്ന് ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നരേന്ദ്രമോദിക്കും BJPക്കൊന്നും അതില്ല ഇതില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കാണുമ്പോൾ പുച്ഛിച്ച് തള്ളാനാണ് തോന്നുന്നത്. സകല മലയാളികളും തിരിച്ചറിയാം, BJPക്കെതിരെ ഒരു വാർത്ത വരുമ്പോൾ BJP മന്ത്രിസഭയിലെ BJPയുടെ സർക്കാർ രൂപീകരിച്ച സർക്കാരുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊരു വാർത്ത ഒരു 10 തവണയെങ്കിലും അത് ശരിയാണോ എന്ന് ഓരോ മലയാളിയും ഒന്ന് ചിന്തിക്കണം. അത്രത്തോളമാണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ സകല മോദി വിരുദ്ധരും കൂടി കേരളത്തിലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത്. BJPക്കെതിരെ പച്ചക്കള്ളം പറയാം. അത് ഇനി അധിക കാലമൊന്നും മുന്നോട്ട് പോയില്ല. നമ്മളൊക്കെ ഇവിടെ കൃത്യമായിട്ട് തെളിവുകൾ സഹിതം അത്തരം പച്ചക്കള്ളങ്ങളെ നിരന്തരം പൊളിച്ചെറിയുക തന്നെ ചെയ്യും.